ഇന്നത്തെ ക്ലാസ് സൂചിപ്പിച്ചതുപോലെ ചെറുകിട ബിസിനസ്സിൽ അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് എങ്ങനെ നടത്താം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. ഈ വിഷയം തിരഞ്ഞെടുക്കാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ശരിയായ രീതിയിൽ അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് ചെയ്യാത്തതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതിനെക്കുറിച്ചൊരു ഒരു പ്രസന്റേഷൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. എൻ്റെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രധാനമായിട്ടും നമ്മൾ അക്കൗണ്ട്സ് അറിയുന്നവർക്ക് ഉദ്ദേശിച്ചിട്ടല്ല ഇത് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ അക്കൗണ്ട്സ് ബേസ് അറിയുന്നവർക്കും ബേസ് അറിയാത്തവർക്കും അതുപോലെ തന്നെ അക്കൗണ്ട്സിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാത്ത ബിസിനസ് നടത്തുന്ന ബിസിനസ് ഓണർമാർക്കും അവരെ കുറിച്ച് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു ക്ലാസ് ആണിത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രധാനമായിട്ടും ഞാൻ 5 മെയിൻ കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും നിത്യവും സംഭവിക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളതാണ്. നമ്മൾ 5 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ 4 കാര്യങ്ങള് അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ ആയിട്ട് അക്കൗണ്ടിങ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവസാനത്തെ പോയിന്റ് ആണ് ഇത്രയും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആണ് 5ാമത്തെ പോയിന്റ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് 5ാമത്തെ പോയിന്റ്. അപ്പൊ അതുവരെ അതിനു മുമ്പ് 4 പോയിന്റുകളും നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ മേഖലയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. നമുക്ക് അതിനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനെ കുറിച്ചൊന്ന് പ്രതിപാദിക്കാം, ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്ക് ബിസിനസ്സിൽ വരുന്ന എന്തൊക്കെയാണ്? എല്ലാം വരവുകളുണ്ടാവും, ചെലവുകളുണ്ടാവും. അതൊക്കെ വിശദമായിട്ട് ഒരു പുസ്തകത്തിൽ നമ്മളിപ്പോ ഒരു ബിസിനസ് ഫാമില് അധികം സ്റ്റാഫുകൾ ഉണ്ടാവണമെന്നില്ല, കമ്പ്യൂട്ടർ ഉണ്ടാകണമെന്നില്ല. ഒരു പലചരക്ക് കടയാണ്, ഒരു ചെറിയൊരു കടയാണെന്ന് വിചാരിക്കുക. അതില് എല്ലാം സ്റ്റാഫും മുതലെല്ലാം ആ ബിസിനസ് ഓണറാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ് ആണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അധികം അക്കൗണ്ട്സ് അറിയാതെ അക്കൗണ്ട്സ് സ്റ്റാഫിനെ വെക്കാത്ത ബിസിനസ് സ്ഥാപനങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോ ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദിവസവും വരുന്ന വരവും ചെലവുകളും ഒക്കെ നമ്മൾ വിശദമായിട്ട് ഒരു പുസ്തകത്തില് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു എക്സലില് ടൈപ്പ് ചെയ്ത് ഇടാം എല്ലാ വരവും ചെലവുകളും. ഒരു രജിസ്റ്റർ ആയിട്ട് കീപ്പ് ചെയ്യുക. ക്യാഷ് ബുക്ക്, അതിന് ക്യാഷ് ബുക്ക്, പണം, അതായത് ക്യാഷ് ആയിട്ട് വരവ് വരുന്നതും ക്യാഷുമായിട്ട് ചെലവുകൾ വരുന്നു, ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ചെലവുകൾ, അതൊക്കെ ഉണ്ടെങ്കിൽ വിശദമായിട്ട് ഡേറ്റ് വൈസ് നമ്മൾ എഴുതാം. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്നത്. അപ്പൊ അതങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ബുക്കുകൾ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോവാം. അതായത് ബാങ്ക് ലെഡ്ജർ, സെയിൽസ് രജിസ്റ്റർ, പർച്ചേസ് രജിസ്റ്റർ, അല്ല സെയിൽസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതി പോരണം. പർച്ചേസ് രജിസ്റ്റർ എന്ന് വെച്ചാൽ എന്താ? പർച്ചേസ്, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതി പുസ്തകത്തിൽ എഴുതി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു രജിസ്റ്റർ. അതൊക്കെ ഇങ്ങനെ വേർതിരിച്ച് എഴുതാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അത് എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്താണ് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എനി ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ആണ്, ഓർ ഈവന്റ് ദാറ്റ് ഇമ്പാക്ട് ദി ബിസിനസ്. ബിസിനസ്സിനെ ഇമ്പാക്ട് ചെയ്യുന്ന, ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സാമ്പത്തികമായിട്ടുള്ള ആക്ടിവിറ്റികളാണ് എന്ത് പറയുന്നത്? ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടാവാം? എക്സാമ്പിൾ എന്താണ്? ഇൻകം ഉണ്ടാവാം. ഇപ്പൊ നമ്മളൊരു സാധനം വിറ്റ് കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്നു, തിരിച്ച് നമുക്ക് ക്യാഷ് നമുക്ക് കിട്ടുന്നു. സാധനം നമ്മുടെ ബിസിനസ്സിലുള്ള ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ആയിട്ടാണ്. അപ്പൊ നമ്മളത് എഴുതി വെക്കണം.
ഇന്ന ഡേറ്റില് ഇന്ന സാധനം വിറ്റു, നമുക്ക് പൈസ കിട്ടിയ നമ്മൾ എഴുതി വെക്കണം. എക്സ്പെൻസ്, അടുത്ത വേറൊരു എക്സ്പെൻസുകൾ ഉണ്ടാവുമ്പോൾ, എക്സ്പെൻസ് എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമ്മൾ എഴുതി വെക്കുന്നു. യൂട്ടിലിറ്റി ബില്ല്, സാലറികള്, റെന്റ് പേയ്മെന്റ്, അതൊക്കെ നമ്മൾ എന്ത് വേണം എഴുതി. ഞാൻ ചുരുക്കം പറഞ്ഞത് എന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ട് എന്ത് സംഭവിക്കുന്നു അതൊക്കെ എഴുതി വെച്ച് പോകണം എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ബിസിനസ്സിലേക്ക് നമ്മൾ ഫണ്ട് ഇട്ടു, നമ്മൾ ലോൺ വാങ്ങിച്ചു, ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തു, വ്യക്തികളിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിച്ചു, ഇതൊക്കെ എന്താണ്, മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും, ബാങ്ക് ഇടപാടുകൾ, ബാങ്ക് ട്രാൻസാക്ഷൻസ്, ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ടാവും, വിത്ഡ്രോ ചെയ്യുന്നുണ്ടാവാം, ബാങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻകം നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ആ ഡെപ്പോസിറ്റ് എമൗണ്ടിന്റെ ഒരു ഇൻട്രസ്റ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് ഒക്കെ നമ്മൾ എന്ത് എഴുതി വെക്കണം. എന്നാലാണ് നമ്മുടെ ബിസിനസ്സിന്റെ ട്രാൻസാക്ഷൻസ് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഇത്രയ്ക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് വരണം, എഴുതി വെക്കണം. ഇതൊക്കെയാണ് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ട്രാൻസാക്ഷന്റെ മെയിൻ എക്സാമ്പിളുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ്, നമ്മളിങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുന്നത്. അതെന്തിനു വേണ്ടി, ആക്യുറേറ്റ് ഫിനാൻഷ്യൽ റെക്കോർഡ്, നമ്മുടെ ബിസിനസിന്റെ സാമ്പത്തികമായിട്ടുള്ള റെക്കോർഡ്സ് ആക്യുറേറ്റ് ചെയ്യുക, അത് കൃത്യതയോടുകൂടി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് ഹെൽപ്പ് ട്രാക്ക് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസിന്റെ ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പൊസിഷൻ, അതിന്റെ ട്രാക്ക് കിട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എന്ത്, നമ്മൾ ഈ ക്യാഷ് ട്രാൻസാക്ഷൻ, ഓരോ ദിവസവും വരുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ബിസിനസിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലീഗൽ കംപ്ലൈൻസ്, അതൊക്കെ ഇൻഷുറൻസ് റെക്കോർഡ്സ് ആർ അവൈലബിൾ. നമ്മളിപ്പോ ഇങ്ങനെ റെക്കോർഡായിട്ട് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് അത് ജി എസ് ടിക്ക് വേണ്ടിയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതർ ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അതിനൊക്കെ എന്ത് സഹായിക്കുന്നു, നമ്മൾ ഈ ഓരോ ദിവസത്തെ ട്രാൻസാക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ സെയിലുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം, എഴുതി വെക്കണം. റെക്കോർഡ് മീൻസ് എഴുതി വെക്കുക. പർച്ചേസുകൾ ഉണ്ടാവുമ്പോൾ എഴുതി വെക്കുക. അപ്പൊ ഈ പർച്ചേസും സെയിലും വരുമ്പോൾ നമുക്ക് എന്താ, ജി എസ് ടി ആണെങ്കിൽ ആ സ്ഥാപനത്തിന് ജി എസ് ടി ഉണ്ടെങ്കിൽ ജി എസ് ടി ഫയൽ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവും ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ. അതുപോലെ തന്നെ ഇൻകം ടാക്സ്, ആ വ്യക്തിയുടെ ഇൻകം ഇയർലി വരുന്ന ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് അവന് എത്രത്തോളം ഇൻകം ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് എന്ത് വേണം, ഓരോ ദിവസവും അവന് കിട്ടുന്ന വരവും ചെലവും എഴുതി വെച്ചാൽ മാത്രമാണ് അവന് എത്ര എമൗണ്ട് അവന് ലാഭമുണ്ട്, അവന് എത്ര ഇൻകം ഉണ്ട്, ആ ഇൻകത്തിന് അവന് ടാക്സ് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് അങ്ങനെ എഴുതി വെച്ചാൽ, അത് കണക്കുണ്ടായാൽ മാത്രമാണ് അവന് ഇൻകം ടാക്സിന്റെ ആ ഒരു എമൗണ്ട് അങ്ങനെ കാൽക്കുലേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിങ്, നമ്മളിങ്ങനെ എഴുതി വെക്കുമ്പോൾ എന്തുണ്ടാവും, എക്സ്പെൻസുകൾ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുന്നു. അപ്പൊ നമ്മൾ ഡെയിലി ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, എത്ര എക്സ്പെൻസുകൾ എനിക്ക് ഈ മാസം അല്ലെങ്കിൽ ഈ ആഴ്ച വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് എക്സ്പെൻസ് കൂട്ടണോ കുറയ്ക്കണോ, എങ്ങനെ പോയാൽ മതിയോ, അങ്ങനെ ഒരു വാല്യുവേഷൻ ചെയ്യാനായിട്ട് പറ്റും നമുക്ക്. അതുപോലെ ഈസ് ഓഫ് റെക്കൺസിലേഷൻ, നമ്മളിങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് തരാനുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാരുണ്ടായിരിക്കാം. നമ്മൾ കൊടുക്കുന്നത് വാങ്ങുന്നത് എന്താണ്, നമ്മളിപ്പോ ഒരു സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കുറച്ച് ചിലപ്പോൾ ചില വ്യക്തികൾ നമുക്ക് പൈസ തന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ തരാനായി. ഒരു വ്യക്തിക്ക് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ ആൾ പൈസ തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ തരാനുള്ള ആൾക്കാരുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കൊടുക്കാനുണ്ടായിരിക്കും. നമ്മൾ പർച്ചേസ് ചെയ്തു, ഒരു സപ്ലയറിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല ആ സമയത്ത്, പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പർച്ചേസ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡുകൾ, അപ്പൊ അത് വെച്ച് നമ്മൾ റിക്കൺസിലേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഡെയിലി അതാത് ദിവസം വരുന്ന ട്രാൻസാക്ഷൻസ് എഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നോക്കുമ്പോൾ ഇന്ന വ്യക്തിക്ക് കൊടുക്കാണ്ട് അന്ന് നമ്മൾ അത് എഴുതി വെച്ചുകൊണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവും. ഇന്ന ദിവസം എഴുതി വെച്ചുകൊണ്ട് നമ്മൾ ബുക്ക് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇന്ന ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്, ഇന്ന ആൾക്കാർ വാങ്ങാനുണ്ട്, അങ്ങനെ പറഞ്ഞ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. പിന്നെന്താണ് ട്രാൻസ്പാരൻസി, എൻഷുർ ക്ലിയർ അക്കൗണ്ടബിലിറ്റി ഫോർ ഓൾ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഇങ്ങനെ എഴുതി വെക്കുന്ന നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുന്നു, ഒരു കൃത്യത നമുക്ക് ഉണ്ടാവുന്നു. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ?
ക്ലിയറാ. നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സ്റ്റെപ്പുകൾ ഒന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വരുന്ന സ്റ്റെപ്പുകൾ. റെക്കോർഡ് ട്രാൻസാക്ഷൻ ഡെയിലി. ഇപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഓരോ ദിവസവും വരുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ ഡെയിലി അതാത് ദിവസം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാത് ദിവസം തന്നെ എഴുതി വെച്ച് പോകണം. ഒരു മിസ്സിംഗ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ എഴുതും. അപ്പൊ എല്ലാം അതാത് ദിവസം നമ്മുടെ അതാത് ദിവസത്തെ ബിസിനസ് എന്താണ് നമുക്ക് പിന്നെ ആ ദിവസം ലാസ്റ്റ് നോക്കുമ്പോൾ അറിയാം. അപ്പൊ അതുകൊണ്ട് ഡെയിലി നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതി വെക്കുക. ഇതിപ്പോ പല ബിസിനസ്സുകാരും മുന്നോട്ട്, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് എഴുതി വെക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഏറ്റവും ബേസ് എന്താണ്? ഡെയിലി ഓരോ ദിവസത്തെ ട്രാൻസാക്ഷൻസ് അതാത് ദിവസം തന്നെ എഴുതി പോരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇത് ഇല്ലാത്തതുകൊണ്ടാണ് ഓരോ ബിസിനസ്സും ജലം പൊത്തുന്ന, ഫെയിൽ ആവുന്ന, കടങ്ങളിലേക്ക് പോകുന്ന, കൂട്ടാനായിട്ടുള്ള സാധ്യത അതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാല്യുവേഷൻ നടക്കാത്ത. ഈ വാല്യുവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി വരുന്ന ട്രാൻസാക്ഷൻസ്, ഡെയിലി വരുന്ന ബിസിനസ്, അതായത് സെയില്, പർച്ചേസ്, എക്സ്പെൻസുകളൊക്കെ ഒന്ന് എഴുതി വെച്ച് പോരുന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അടുത്ത് യൂസ് എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. അപ്പൊ ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ബിസിനസ്സുകാരാണെങ്കിൽ, അക്കൗണ്ട്സ് അറിയാത്തവരൊക്കെ ആണെങ്കിൽ, ബേസ് അറിയാത്തവരൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു ഫോർമാറ്റ് പറയാം. ആദ്യം ഡേറ്റ് ഓഫ് ദി ട്രാൻസാക്ഷൻ. ഒരു പുസ്തകത്തിൽ എന്ത് ചെയ്യണം? ആദ്യം ഡേറ്റ്, ആ ട്രാൻസാക്ഷൻ. ഇന്ന് ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ചെയ്ത് ആദ്യം. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ. ഇന്ന സെയിലാണെങ്കിൽ ഇന്ന വ്യക്തിക്ക് കൊടുത്തു, സെയിൽ ചെയ്തു, എത്ര എമൗണ്ട് ആണെങ്കിൽ എമൗണ്ട് എഴുതി വെക്കാം. അതിന്റെ അപ്പുറത്തെ ഒരു കോളം വരച്ച് അത് പേയ്മെന്റ്, നമ്മൾ പൈസ കിട്ടിയോ, പൈസ കിട്ടിയിട്ട് ക്യാഷ് ആണോ, ബാങ്ക് ആണോ, അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ആണോ, അതല്ല ആള് ക്രെഡിറ്റ് ആണ്, കടം പറഞ്ഞിട്ടാണ് നിൽക്കുന്നെങ്കിലോ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ അതുപോലെ തന്നെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ് റെഫറൻസ്. അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഒരു കോളം കൂടിയും എഴുതാം. നമ്മൾ ആ വ്യക്തിക്ക് ബില്ല് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബില്ലിന്റെ നമ്പർ എഴുതി വെക്കുക. പൈസ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൈസയുടെ ആ റെഫറൻസ് നമ്പർ, റിസിപ്റ്റിന്റെ ആ റിസിപ്റ്റ് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറിൽ ഇപ്പൊ ഈ പറഞ്ഞ ഡേറ്റ്, ഡിസ്ക്രിപ്ഷൻ, എമൗണ്ട്, പേയ്മെന്റ് മോഡ്, ഡോക്യുമെന്റ് റെഫറൻസ്, അതായത് ബിൽ നമ്പർ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ച് പോരുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ട്രാൻസാക്ഷൻ എഴുതി എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. അപ്പോൾ അക്കൗണ്ട്സ് അറിയാത്തവര് ശ്രദ്ധിക്കാം, ഇങ്ങനെ ഒരു ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യാം, ആ ഫോർമാറ്റ് ഫോളോ ചെയ്യാം. ഓർഗനൈസ് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ്. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിങ് എപ്പോഴും കീപ്പ് ചെയ്ത് പോകണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സെയിൽ നടന്നു, അല്ലെങ്കിൽ ഒരു പർച്ചേസ് നടന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ട്രാൻസാക്ഷൻ നടന്നു. അപ്പൊ ബില്ലാണെങ്കിൽ ഒരു സെയിലാണെങ്കിൽ ആ ബില്ല് നമ്മൾ സപ്പോർട്ടിങ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അടുത്ത ടോപ്പിക്കിൽ വരും. സപ്പോർട്ടിങ് ഉണ്ടാവണം, വൗച്ചർ ആണെങ്കിൽ വൗച്ചറിന് സപ്പോർട്ടിങ് ഉണ്ടാവണം. ഇതൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകണം. നെക്സ്റ്റ്, കാറ്റഗറൈസ് ട്രാൻസാക്ഷൻ. അസൈൻ ട്രാൻസാക്ഷൻ ടു അപ്രോപ്രിയേറ്റ് ഹെഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോ കുറെ ട്രാൻസാക്ഷൻ, അതാത് ദിവസത്തെ ട്രാൻസാക്ഷൻസ് പല ടൈപ്പ് ട്രാൻസാക്ഷൻ ആയിരിക്കും. സെയില്, പർച്ചേസ്, റെന്റ് കൊടുത്തായിരിക്കാം, സാലറി കൊടുത്തായിരിക്കാം, എംപ്ലോയീസ് ഉണ്ടെങ്കിൽ സാലറി കൊടുക്കുന്നുണ്ടായിരിക്കാം, റിഫ്രഷ്മെന്റുകൾ ഉണ്ടായിരിക്കാം, ഓഫീസ് സ്റ്റേഷനറികൾ വാങ്ങിച്ചതുണ്ടായിരിക്കും. അപ്പൊ നമ്മളൊക്കെ എന്തുണ്ടായിരിക്കാം, ഒരേ സിമിലാരിറ്റി ഉള്ള എക്സ്പെൻസുകൾ, അതേ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിന് ഹെഡ് തിരിച്ച് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ അതിലേക്ക് നമ്മൾ കടക്കാം. അപ്പോ ഇതാണ് ഇതിന്റെ മെയിൻ, ഓരോ ട്രാൻസാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി ഇതിന് ഈ മെയിൻ ട്രാൻസാക്ഷൻസ്, ഇപ്പൊ ഓരോ ട്രാൻസാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസുകൾ എന്ന് പറയാം എങ്ങനെയാണെന്നുള്ളത്. മാനുവൽ ആയിട്ടുള്ള റെക്കോർഡ്സ്. ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ ഒരു അധികം വലിയ ലെവലല്ല, നമ്മൾ കമ്പ്യൂട്ടർ ഒന്നും ഇല്ല, ഒരു പലചരക്ക് കടക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ചിലപ്പോൾ കമ്പ്യൂട്ടർക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പൊ അവര് മാനുവലായിട്ട് നമ്മളത് ഒരു ബുക്ക് കീപ്പ് ചെയ്യാം. ഇനി മൊബൈലിലുണ്ട്, ഇപ്പോൾ പുതിയ പുതിയ ആപ്പുകളുണ്ട്, അത് യൂസ് ചെയ്യാം. അവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ എക്സൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിന് പകരം എക്സൽ ഷീറ്റ് വെച്ച് നമുക്ക് യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഫാമുകളാണ് ഉദ്ദേശിക്കുന്നത്, ചെറിയ ചെറിയ ബിസിനസ്സുകളാണ് ഉദ്ദേശിക്കുന്നത്. ഈ ട്രാൻസാക്ഷൻ കൂടുക എന്ന് പറയുമ്പോൾ അത് സ്മോൾ ബിസിനസ് ആയിരിക്കില്ല, അതിനേക്കാൾ ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ഫാമുകളായിരിക്കാം, മീഡിയം ലെവലായിരിക്കാം, ഹൈ ലെവലായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാനുവലായിട്ട്
ചെയ്തിട്ട് കാര്യമില്ല. അതിനനുസരിച്ച് നമ്മൾ ഉയർന്നു വരണം. കമ്പ്യൂട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. നെക്സ്റ്റ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. അതിന് എന്തൊക്കെയാണ് ടൂളുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ടാലി ഉണ്ട്, ബുക്ക്, സോഹോ ബുക്സ്, ഓട്ടോമാറ്റിക് ട്രാൻസാക്ഷൻ റെക്കോർഡിംഗ് ആൻഡ് കാറ്റഗറൈസേഷൻ. കൂടുതലായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ കൂടുതൽ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നമ്മൾ ഫോളോ ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. മൊബൈൽ ആപ്പുകൾ ഉണ്ട് ഇതിന്. സിമ്പിൾ ആപ്സ് ക്യാൻ ട്രാക്ക് എക്സ്പെൻസസ് ആൻഡ് നമ്മുടെ ഇഷ്ടംപോലെ ആപ്പുകൾ വന്നിട്ടുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള. ബിസിനസ് രംഗത്തേക്ക് കുറെ ആപ്പുകൾ വന്നിട്ടുണ്ട് ട്രാൻസാക്ഷൻസ് ഫീഡ് ചെയ്യാനായിട്ടുള്ള കുറെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഉള്ള ആപ്പുകൾ കുറെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ ഇതിന്റെ ടൂൾസുകളാണ്. നെക്സ്റ്റ് ഈ ബെനിഫിറ്റ് എന്താണെന്നാണ്. നമ്മളിപ്പോ ഈ ട്രാൻസാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ്. അവോയ്ഡ് എറർ. നമ്മൾ എറർ ഇല്ലാതെ ആക്കാം നമുക്ക് തോന്നുന്നു. പിന്നെന്താണ്, ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 6 മാസം ക്വാർട്ടേർലി എടുക്കാം, അല്ലെങ്കിൽ 6 മാസത്തെ ഹാഫ് ഇയർലി എടുക്കാം, അല്ലെങ്കിൽ 1 ഇയർ. ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിരിക്കും ഓഡിറ്റിങ് ചെയ്യാനായിട്ട്, ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. ബെറ്റർ ഫിനാൻഷ്യൽ ഡിസിഷൻ. നമ്മൾ അതാത് ദിവസം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും ആർക്ക്, ബിസിനസ് പേഴ്സണ്. അതുപോലെ ടാക്സ് എഫിഷ്യൻസി. കൃത്യമായിട്ടുള്ള ടാക്സ് നമുക്ക് അതിന്റെ കാര്യങ്ങൾക്ക് നീക്കാനൊക്കെ പറ്റും. കൃത്യമായിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, ട്രാൻസാക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് പ്രാക്ടിക്കൽ എക്സാമ്പിൾ. നമ്മളിപ്പോ ഇമാജിൻ ഒരു സ്മോൾ ബേക്കറി ആണെന്ന് വിചാരിക്കാം. ഇൻകം ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, എക്സ്പെൻസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. എവറി ട്രാൻസാക്ഷൻ മസ്റ്റ് ബി എൻറ്റേർഡ് ഇൻ ദ സിസ്റ്റം വിത്ത് പ്രോപ്പർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ടു റിഫ്ലക്ട് ആക്യുറേറ്റ് പ്രോഫിറ്റ്. അതായത് ഓരോ ട്രാൻസാക്ഷനും പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വേണമെന്നാണ് പറയുന്നത്. ഞാനിതിൽ കൂടുതലായിട്ട് ഇതിനെ ഡിസ്കസ് ചെയ്യുന്നില്ല. അറിയാവുന്ന ഇപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ തന്നെയാണ് ഇതിലുള്ളത്. നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ഇത് രണ്ടാമത്തെ പോയിന്റാണ്. ഇപ്പൊ 5 പോയിന്റുകളാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇല്ലാത്തവരോട് ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ബിസിനസ് അക്കൗണ്ടിങ്, നമ്മള് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് 5 പോയിന്റുകളാണ്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇതുവരെ എടുത്തു. ഇനി 4 പോയിന്റുകളാണുള്ളത്. രണ്ടാമത്തെ പോയിന്റിലേക്കാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതുവരെ നമ്മൾ ട്രാൻസാക്ഷൻ ഡെയിലി നമ്മൾ എഴുതുന്നു. അതിന് ഈ ട്രാൻസാക്ഷൻസ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബിസിനസ് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് ലെഡ്ജർ തിരിക്കുക. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഹെഡുകൾ തിരിക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരേ സ്വഭാവമുള്ള ഹെഡുകൾ, ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. അപ്പൊ ഫോർ എക്സാമ്പിൾ സെയിൽസ് അക്കൗണ്ട് തലത്തിൽ അക്കൗണ്ട് തലത്തിൽ ട്രാൻസാക്ഷൻ തരംതിരിക്കുക. ദൈനംദിന ലെഡ്ജർ, പൊതുവായ ലെഡ്ജർ എന്നിവ ഉപയോഗിക്കുക. നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ഡീറ്റെയിൽ ആയിട്ട് ആ പോയിന്റിൽ എടുക്കുമ്പോൾ പറയാം. വാട്ട് ആർ ലെഡ്ജർ റെക്കോർഡ്സ് നോക്കാം. ലെഡ്ജർ റെക്കോർഡ്സ് ആർ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് ഗ്രൂപ്പ് അണ്ടർ സ്പെസിഫിക് അക്കൗണ്ട്സ്. ഫോർ ഇൻസ്റ്റൻസ് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഇപ്പോ ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചെഴുതുമെന്ന് പറഞ്ഞു. അത് സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ സെയിൽസ് ഹെഡ് എഴുതി സെയിൽസിന്റെ ഒരു ചെറിയൊരു ബിസിനസ് നടത്തുന്ന ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നില്ല, മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുന്നില്ല, അവരൊക്കെയാണെങ്കിൽ നമ്മൾ ബുക്ക് കീപ്പ് ചെയ്യുക, ഒരു ബുക്കിൽ എഴുതുക. ബുക്കിൽ എഴുതുമ്പോൾ ഒരു പേജ് ട്രാൻസാക്ഷൻസ് ഡെയിലി ഒരു ക്യാഷ് ബുക്ക് പോലെ നമ്മൾ ഓരോ ദിവസത്തെ ഡേറ്റ് വെച്ച് നമ്മൾ ഫോർമാറ്റ് പറഞ്ഞു, എന്തൊക്കെയാണ് ഓരോ ട്രാൻസാക്ഷന്റെ ഫോർമാറ്റുകൾ പറഞ്ഞു. അതുപോലെ ഒരു ബുക്കിൽ കീപ്പ് ചെയ്ത് പോകാം. ഇനി വേറൊരു ബുക്ക് എടുക്കുക, അതിനൊരു സെയിൽസ് ലെഡ്ജർ ഹെഡ് കൊടുക്കാം. സെയിൽസ് വേറൊരു പുസ്തകത്തിൽ പർച്ചേസ് എടുക്കുക. അങ്ങനെ തിരിച്ച് എഴുതിയാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ദിവസത്തെ സെയിൽസ് എത്രയാ, അല്ലെങ്കിൽ ഒരു വീക്കിലി ഒരു ആഴ്ചത്തെ ഇതുവരെ കഴിഞ്ഞ ഒരു ആഴ്ചത്തെ എത്ര സെയിൽ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മാസം എത്ര സെയിൽ ഉണ്ടായി, അങ്ങനെ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ ഡെയിലി എഴുതുന്നു. അത് എല്ലാം ട്രാൻസാക്ഷൻസ് ആയിരിക്കും എഴുതാം. ഇപ്പൊ നമ്മൾ ഡെയിലി എഴുതുമ്പോൾ അതിൽ എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കാം, സെയിൽസ് ഉണ്ടായിരിക്കാം, പർച്ചേസ് ഉണ്ടായിരിക്കാം. അപ്പൊ എല്ലാം മിക്സിംഗ് ആണ്. ഈ മിക്സ് ചെയ്ത ആ ട്രാൻസാക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് എടുക്കണം? അത് വേർതിരിച്ചെടുക്കണം. അത് സെയിൽസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ എല്ലാം ഒരുമിച്ച് സെയിൽസിലേക്ക് കൊണ്ടുവരാം.
പർച്ചേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് വേറൊരു ഹെഡിലേക്ക് തിരിക്കുക. അപ്പൊ അത് അങ്ങനെ തിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. സെയിൽസിൽ ഈ ഒരാഴ്ച എത്ര സെയിൽ ഉണ്ടായി, ഇത്ര ഈ മാസം എത്ര പർച്ചേസ് ഉണ്ടായി, നമ്മൾ എത്ര ഈ ഒരു 2 മാസം നമ്മൾ കൂടി വന്ന് ഈ 2 മാസം നമ്മൾ എത്ര എക്സ്പെൻസ് ചെയ്തു ക്വാർട്ടർലി. അപ്പൊ അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് ചെയ്യാനായിട്ട്, നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റ് അത് കഴിഞ്ഞിട്ട് പറയാം. ഇമ്പോർട്ടൻസ് പറയാം. നമുക്ക് ലെഡ്ജർ വേണ്ട, നമുക്ക് ലെഡ്ജറിന്റെ സ്ട്രക്ചർ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് പോയിന്റ് പറയാം. ഒരു ലെഡ്ജറിന്റെ സ്ട്രക്ചർ ഞാനൊന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു ലെഡ്ജറിന്റെ സ്ട്രക്ചർ? നമ്മൾ ട്രാൻസാക്ഷന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചു. ഇനി ലെഡ്ജർ എന്ന് പറയുന്നത് എന്താ? ഗ്രൂപ്പായിട്ട് നമ്മൾ ഓരോ സിമിലർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസ് ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് ഭാഷ എന്ന് പറയുന്നത് അതാണ് ലെഡ്ജർ എന്ന് പറയാം. അപ്പൊ ലെഡ്ജർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ആ ഗ്രൂപ്പാണ്. നമ്മളിപ്പോ ഓരോ സിമിലാരിറ്റി ഉള്ള ട്രാൻസാക്ഷൻസ് അതിനെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുന്നു, ഒരു ലെഡ്ജറിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ലെഡ്ജറിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഫോർ എക്സാമ്പിൾ സെയിൽ ഒരു ലെഡ്ജറാണ്, പർച്ചേസ് ഒരു ലെഡ്ജറാണ്, ക്യാഷ്, ബാങ്ക്, എക്സ്പെൻസ്, അങ്ങനെയൊക്കെ എക്സ്പെൻസിന് ഇഷ്ടം പോലെ ലെഡ്ജർ. നമുക്ക് റെന്റ് എല്ലാ മാസവും റെന്റ് ഉണ്ട്. അപ്പൊ ഒരുമിച്ച് റെന്റ് എന്ന് ഹെഡ് കൊടുത്ത് റെന്റുമായി ഓരോ ട്രാൻസാക്ഷൻ, റെന്റിന്റെ ട്രാൻസാക്ഷൻ, സാലറി ഹെഡ് കൊടുത്ത് സാലറിയുമായി ബന്ധപ്പെട്ടുള്ള ആർക്കൊക്കെയാണ് എംപ്ലോയീസിന് സാലറി, അപ്പൊ ഒറ്റ ഹെഡ് പിടിച്ചിട്ട് ആ ഹെഡ് പിടിച്ച അതിന് അടിയിൽ സാലറിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസ് ചെയ്ത. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഡേറ്റ് എഴുതാം, പിന്നെ അതിന്റെ വിശദാംശം പർട്ടിക്കുലേഴ്സ് എഴുതാം, അതിന്റെ വിശദമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതാം, പിന്നെ ഡെബിറ്റ്, ക്രെഡിറ്റ്, വരവ് ചെലവ് എഴുതാം, അതിന്റെ ബാലൻസ് എമൗണ്ട് എഴുതാം. അങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ട് ആദ്യം ഡേറ്റ് എഴുതാം. നമ്മളിത് എങ്ങനെ കിട്ടാം? ഈ എമൗണ്ടുകളും ഇതിന്റെ വിശദാംശങ്ങളും എങ്ങനെ കിട്ടാം? ആദ്യം നമ്മൾ എഴുതി വെച്ചിരുന്നല്ലോ, ഓരോ ഡെയിലി നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി നമ്മൾ എന്ത് ചെയ്യണം? ഈ ലെഡ്ജർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണം. അതിന് ഡേറ്റ്, പിന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ അത് വരവ്, ചെലവ്, ബാലൻസ്, അങ്ങനെ എഴുതി പോരുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഓരോ ഗ്രൂപ്പിന്റെ ടോട്ടൽ എത്രയായി, അത് ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന ആഴ്ച അല്ലെങ്കിൽ ഇന്ന മാസം എത്ര ടോട്ടൽ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ലെഡ്ജർ റെക്കോർഡിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. സിസ്റ്റമാറ്റിക് കാറ്റഗറൈസേഷൻ ഗ്രൂപ്പ്സ് ട്രാൻസാക്ഷൻ ഫോർ ബെറ്റർ ക്ലാരിറ്റി ആൻഡ് അനലൈസിസ്. ഞാനിപ്പോ പറഞ്ഞു തന്നെയാണ്, നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ആ ഗ്രൂപ്പായിട്ട് തിരിക്കുമ്പോൾ ഇപ്പൊ സെയിലാണെന്ന് വിചാരിക്കുക, അപ്പൊ സെയിലിന് ഇത്ര സെയിൽ വന്നു, പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ഇത്ര, ഇന്ന ആഴ്ചയിൽ ഇത്ര പർച്ചേസ് വന്നു, കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി, നല്ലൊരു ക്ലാരിറ്റി അതിൽ നിന്ന് കിട്ടും, നല്ലൊരു അനലൈസിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹെൽപ്പ് പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമുക്കത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കും. അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്നു. അടുത്തത് ഫെസിലിറ്റേറ്റ്സ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിന് അത് വളരെ അധികം സഹായകമാണ്. ഇനി അടുത്തത് മോണിറ്റേഴ്സ് അക്കൗണ്ട്സ് ബാലൻസ്. എത്രയാണ് ഒരു ബാലൻസ്, ടോട്ടൽ എത്രയാണ് എന്ന് അറിയാനായിട്ട് പറ്റും. പിന്നെ എൻഷുർ ദ ആക്യുറസി നമുക്കിത് കീപ്പ് ചെയ്യാനേ പറ്റും. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയില്ലേ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ലെഡ്ജർ, ടൈപ്പ് ഓഫ് ലെഡ്ജേഴ്സ്. 2 ടൈപ്പ്, ജനറൽ ലെഡ്ജറും സബ് ലെഡ്ജേഴ്സും. അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇത് അറിയാം, അക്കൗണ്ട്സ് അറിയാത്തവര് ശ്രദ്ധിക്കാം. നമ്മളെ ജനറൽ ആയിട്ട് മൊത്തത്തിൽ എല്ലാ അക്കൗണ്ട്സ്, ഒരു ബിസിനസ്സിലുള്ള എല്ലാ അക്കൗണ്ട്സിലുള്ള സമ്മറി ആണെന്ന് പറയുന്നത് ജനറൽ ലെഡ്ജർ എന്ന് പറയുന്നത്. എല്ലാ ഗ്രൂപ്പുകളും ഒരുമിച്ച് ഉള്ളതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയും, ജനറൽ ലെഡ്ജർ എന്ന് പറയും. സബ് ലെഡ്ജർ എന്ന് പറയുന്നത് അക്കൗണ്ട്സ് പേയബിൾ ലെഡ്ജർ. നമ്മൾ കൊടുക്കാൻ ഇപ്പൊ നമ്മൾ സാധാരണ നമ്മളിപ്പോ പറഞ്ഞു, സെയിൽസ് അതിന്റെ ഗ്രൂപ്പ്, പർച്ചേസിന്റെ ഒരു ഗ്രൂപ്പ്, എക്സ്പെൻസുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എക്സ്പെൻസ് എന്ന് വെച്ചാൽ റെന്റ്, സാലറി, അങ്ങനെ ഗ്രൂപ്പുകളായി തിരിച്ച് നമുക്ക് ഓരോന്നിന്റെയും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് നമുക്ക് കിട്ടും. ഇപ്പൊ സബ് ലെഡ്ജർ എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, നമ്മളിപ്പോ സാധനങ്ങൾ വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു, പൈസ കൊടുത്തിട്ടില്ല, അപ്പൊ അത് കൊടുക്കാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലെഡ്ജർ നമുക്ക് കീപ്പ് ചെയ്യാം. അക്കൗണ്ട്സ് പേയബിൾ ലെഡ്ജർ, അക്കൗണ്ട്സ് റിസീവബിൾ ലെഡ്ജർ. നമ്മുടെ സാധനങ്ങൾ വിറ്റു,
വിറ്റ് നമ്മൾ കസ്റ്റമർക്ക് സാധനങ്ങൾ വിറ്റു. അപ്പൊ ചില കസ്റ്റമേഴ്സ് നമുക്ക് ആ സമയത്ത് പൈസ തരണമെന്നില്ല. അപ്പൊ നമ്മള് സാധാരണ നമ്മള് എന്ത് എഴുതി വെക്കും. ഇത് തന്നെയാണ് ആ എഴുതി വെക്കുന്ന തന്നെയാണ് അക്കൗണ്ട്സ് റിസീവബിൾ ലെഡ്ജർ, കിട്ടാനുള്ള പൈസ കിട്ടാനുള്ളവരുടെ ലെഡ്ജർ. ഇൻവെന്ററി ലെഡ്ജർ നമ്മളിപ്പോ നമ്മുടെ കടയിലുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഷോപ്പ് വെക്കുകയാണെങ്കിൽ എന്താണ് അവിടെ എന്തൊക്കെയാ ഐറ്റം, എന്തൊക്കെയാണ് അവിടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഒരു മോണിറ്ററിങ്, അതിന്റെ ഒരു സ്റ്റോക്ക് നമുക്ക് അതിനെ കുറിച്ചുള്ള ലെഡ്ജർ. അപ്പൊ എത്ര സ്റ്റോക്ക് ഉണ്ട്, ഇത്ര കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഇത്ര ലാപ്ടോപ്പുകൾ ഉണ്ട്, ഇത്ര LED ടിവികളുണ്ട്. അപ്പൊ അങ്ങനെ എണ്ണം അതിന് അങ്ങനെ ഒരു ലെഡ്ജർ കീപ്പ് ചെയ്യാം അങ്ങനെയുള്ളവർക്ക്. അപ്പൊ അത് ഇതിന്റെ ഒരു ഭാഗമാണ്. ഇനി നെക്സ്റ്റ് ആണ് ഹൗ ടു മെയിൻറ്റെയിൻ ലെഡ്ജർ റെക്കോർഡ്സ്. നോക്കാം. പോസ്റ്റ് എൻട്രീസ് ഫ്രം ജേണൽ. നേരത്തെ പറഞ്ഞു ജേണലിൽ നിന്നാണ് പോസ്റ്റ് എൻട്രീസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ജേണൽ എന്ന് പറയുന്നത് എന്താണ്? പുതിയ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ജേണൽ നമ്മൾ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്തില്ലേ, നമ്മൾ ഓരോ ദിവസം നമ്മൾ ഡെയിലി ട്രാൻസാക്ഷൻസ് എഴുതി വെക്കുന്നത്, അതിനാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ എൻട്രി പോസ്റ്റ്, അതായത് ലെഡ്ജറിലേക്ക് നമുക്ക് എഴുതാം. ലെഡ്ജർ എഴുതാനായിട്ട് ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് എഴുതാനായിട്ട്, അതായത് ഓരോ ഹെഡ് പിടിച്ച് നമ്മൾ ഗ്രൂപ്പ് എഴുതുന്നത് എങ്ങനെയാ? നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസിന്റെ ബേസിലാണ് നമ്മൾ എഴുതുന്നത്. ഓർഗനൈസ് ബൈ അക്കൗണ്ട് നെയിം. നമ്മൾ അക്കൗണ്ട് നെയിമിൽ ഓർഗനൈസ് ചെയ്ത് ഇപ്പോൾ പല അക്കൗണ്ടുകളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു സെയിൽസുമായി ബന്ധപ്പെട്ട് സെയിൽസ് എന്നുള്ള പേര് വരണം, പർച്ചേസുമായി ബന്ധപ്പെട്ട ലെഡ്ജർ ആണെങ്കിൽ പർച്ചേസ് എന്നുള്ള പേര് വരും, റെന്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ റെന്റ്, അങ്ങനെ. റെക്കൻസിൽ റെഗുലാരിറ്റി, യൂസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് മെയിൻറ്റെയിൻ ലെഡ്ജർ റെക്കോർഡ്സ്. ഈ ലെഡ്ജർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണെന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസൈറ്റ്സ്, അണ്ടർസ്റ്റാൻഡ് സ്പെൻഡിങ് പാറ്റേൺ ആൻഡ് ഇൻകം ട്രെൻഡ്സ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ എക്സ്പെൻസുകളൊക്കെ ആണെങ്കിൽ എത്രത്തോളം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ റിഫ്രഷ്മെന്റ് ആണെങ്കിൽ എത്ര റിഫ്രഷ്മെന്റ് സ്പെൻഡ് ചെയ്തു, അതുപോലെ തന്നെ എത്ര ഓഫീസ് സ്റ്റേഷനറികൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഓഫീസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഹെഡ് നമ്മൾ ഒരു ലെഡ്ജർ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളാണ് ആ ഗ്രൂപ്പിൽ എഴുതാം. അപ്പൊ നമുക്ക് എത്ര രൂപ ചെലവായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബഡ്ജറ്റിംഗ് നെക്സ്റ്റ് പോയിന്റ് ആണ്, ബെനിഫിറ്റ് ആണ് ബഡ്ജറ്റിംഗ്. ഹെൽപ്പ് അലോക്കേറ്റ് റിസോഴ്സ് ബൈ അനലൈസിങ് പാസ്റ്റ് ട്രാൻസാക്ഷൻസ്. അതായത് നമ്മൾ ഇതുവരെ നമ്മൾ അങ്ങനെ എഴുതി വെച്ച് പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ എഴുതി പോരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ലെഡ്ജറിന്റെ ബേസിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ടോട്ടൽ ഇത്ര രൂപ ചെലവായി, ഇത്ര ഇൻകം വന്നു, അതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബഡ്ജറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്കിനി എങ്ങനെ ബിസിനസ് റൺ ചെയ്യണമെന്ന് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ലീഗൽ കംപ്ലൈൻസ്, പ്രൊവൈഡ് പ്രൂഫ് ഓഫ് ട്രാൻസാക്ഷൻസ് ഫോർ ടാക്സാഷൻസ് ആൻഡ് റെഗുലാറ്ററി പർപ്പസസ്. അതായത് നമ്മളിപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ രേഖകൾ ഇത്ര കറക്റ്റ് ആയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതുന്നു, അതിനനുസരിച്ച് നമ്മൾ ലെഡ്ജറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു, അതിനാണ് സപ്പോർട്ടിങ് ബില്ലിസ് വെക്കുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഈസി ഓഫ് ഡിസിഷൻ മേക്കിംഗ്, ഇൻഫോർമഡ് ഡിസിഷൻസ് ക്യാൻ ബി മെയ്ഡ് ബൈ അനലൈസ് സ്പെസിഫിക് അക്കൗണ്ട്സ്. ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് ഈസിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതില് കോമൺ ആയിട്ട് ഇപ്പൊ ചെയ്യുന്നതിൽ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് അത് അവോയ്ഡ് ചെയ്യണം. കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള കോമൺ മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇൻകംപ്ലീറ്റ് പോസ്റ്റിംഗ്. നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതുന്നു, ലെഡ്ജറുകൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഡ്ജർ എഴുതുന്നു. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ എന്തെങ്കിലും വിട്ടുപോകും ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. റോങ് കാറ്റഗറൈസേഷൻ, അതായത് മിസ്ക്ലാസിഫൈ ട്രാൻസാക്ഷൻസ് അണ്ടർ ഇൻകറക്റ്റ് ലെഡ്ജർ. അതായത് റെന്റിന്റെ ട്രാൻസാക്ഷൻ നമ്മൾ തെറ്റായിട്ട് എവിടേക്ക് പോകുന്നു, സാലറിയിലേക്ക് എഴുതാണെങ്കിൽ അവിടെ മിസ്റ്റേക്ക് വന്നു. അപ്പൊ അത് ശ്രദ്ധ വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിൽ റോങ് ആയിട്ടുള്ള കാറ്റഗറൈസേഷൻ വരുമ്പോൾ നമുക്കത് മിസ്റ്റേക്കാണ്, കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. കറക്റ്റ് ആയിട്ടുള്ള ലെഡ്ജറിലേക്ക് തന്നെയാണ് എഴുതേണ്ടത്. ലാക്ക് ഓഫ് റിക്കൺസിലേഷൻ, നോട്ട് വെരിഫൈ ലെഡ്ജർ ബാലൻസ് വിത്ത് ആക്ച്വൽ ട്രാൻസാക്ഷൻസ്.
ഇങ്ങനെ വരുമ്പോ റിക്കൺസിലേഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. കറക്റ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് എഴുതിയില്ലെങ്കിൽ അത് റിക്കൺസിലേഷൻ, അതായത് കറക്റ്റ് എന്താണ് ആക്ച്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ലെഡ്ജറിലുള്ള ട്രാൻസാക്ഷൻസും തമ്മിൽ വേരിയേഷൻ വരും ചാൻസ് ഉണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസാക്ഷൻസ് എഴുതുമ്പോഴും ലെഡ്ജറിലേക്ക് ഗ്രൂപ്പിലേക്ക് എഴുതുമ്പോഴും വളരെ ശ്രദ്ധിച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇപ്പൊ 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ പോയിന്റ് നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതണം, ഓരോ ഡെയിലി നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതണം, എഴുതി പോരുന്ന ഫോർമാറ്റുകൾ നമ്മൾ പറഞ്ഞു. രണ്ടാമതായി നമ്മൾ പഠിച്ചത് ലെഡ്ജർ ആണ്. ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ ഈ ലെഡ്ജറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം, അതായത് ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ഗ്രൂപ്പായി തിരിക്കണം. എന്നാലാണ് അത് അതാത് സിമിലാരിറ്റി ഉള്ള ആ ട്രാൻസാക്ഷൻസ് എത്രയാണ് ടോട്ടൽ വന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ആണ്, മൂന്നാമത്തെ പോയിന്റ് ആണ് ഇനി മിനി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നമ്മുടെ ചെറിയ ബിസിനസ് ആണെങ്കിൽ നമ്മുടെ അതിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു മെത്തേഡിലേക്കാണ് മൂന്നാമത്തെ പോയിന്റ്. മാസാവസാനത്തിൽ ലാഭമാണോ നഷ്ടമാണോ വന്നിരിക്കുന്നത് അറിയണം. അപ്പോ എല്ലാം വരവും ചെലവും ചിട്ടയായിട്ട് എഴുതി പോരുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്താണ്, അതിന്റെ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആണോ, നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആണോ നഷ്ടമാണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ കുറച്ച് പോയിന്റുകൾ നമ്മൾ പറയാം, വേറൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇപ്പോ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. A mini profit and loss statement is a simplified version of profit loss statement. It provides a quick snapshot of a business financial performance of a specific period by summarizing its income and expense. Purpose of mini profit and loss statement. ഒരു mini profit loss statement ന്റെ purpose എന്താണെന്നുള്ളത്, to evaluate whether the business is making a profit or incurring a loss. എന്താണ് പർപ്പസ്? അത് സ്ഥാപനം റണ്ണിങ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആണോ അതോ നഷ്ടത്തിലാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ ടു ഐഡന്റിഫൈ മേജർ ഇൻകം സോഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് എക്സ്പെൻസ്. ഇത് മേജർ ഇൻകം, ഇതിന്റെ ഇൻകം സോഴ്സുകൾ, മേജർ ആയിട്ടുള്ള ഇൻകം സോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. എക്സ്പെൻസുകൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ടു പ്രൊവൈഡ് എ ബേസിക് ഓവർവ്യൂ ഫോർ small businesses or startups that may not require detailed financial statement. ഒരു ചെറിയ ബിസിനസ്സിന് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഒരു ബേസിക് ഓവർവ്യൂ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഏതുകൊണ്ട് ഈ മിനി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഇത് മെയിൻ ആയിട്ടും അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരെ ഉദ്ദേശിച്ചാണ്. ഈ പ്രോഫിറ്റ് ലോസ് ഇപ്പൊ എന്നിട്ട് ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നുള്ള ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും അറിയാത്ത ബിസിനസ്സുകാര് ഉണ്ട്, അത് സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവർക്കൊരു ഹെൽപ്ഫുൾ ആണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള്. അപ്പോൾ അതിനൊരു ഫോർമാറ്റും അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് എല്ലാ രീതി അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസിയാണ് അവർക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതൊരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതും അത് എങ്ങനെയാണ് അതിന്റെ ഓർഡർ എന്നുള്ളതൊക്കെ പറയാനായിട്ടുള്ള റീസൺ അതാണ്. നെക്സ്റ്റ് കീ കമ്പോണൻസ്, എന്താണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയാം. ഒരു PNL നമ്മൾ വരുന്നത്, ഇപ്പൊ നമ്മൾ 2 മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് വരുന്നത്, ഒന്ന് ഇൻകം എക്സ്പെൻസ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് എഴുതി, ഡെയിലി വരുന്ന ട്രാൻസാക്ഷൻസ് എഴുതി, അത് കഴിഞ്ഞ് അത് ഗ്രൂപ്പായിട്ട് തിരിച്ചു. അപ്പൊ ഗ്രൂപ്പായിട്ട് തിരിക്കുമ്പോൾ അതില് ആ ഗ്രൂപ്പുകൾ നമുക്ക് വരുന്ന ഇൻകം ഉണ്ടായിരിക്കാം, ആ ഗ്രൂപ്പുകളിൽ നമ്മുടെ ബിസിനസ്സിന് ക്യാഷ് പേയ്മെന്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കാം, എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. അപ്പോ മെയിൻ ആയിട്ട് 2 എലമെന്റുകളാണ് പ്രധാനമായിട്ടുള്ളത്, ഒന്ന് റവന്യൂ, 2 എക്സ്പെൻസ്. റവന്യൂ എന്ന് പറയുന്നത് ഇൻകം. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ ഏണിങ്സും എന്താണ്? ഇൻകം ആണ്, റവന്യൂ ആണ്. സാധനങ്ങൾ നമ്മൾ വിറ്റ് കിട്ടുന്ന ഏണിങ്സ്, വരവുകൾ, അതൊക്കെ നമ്മുടെ ഇൻകം ആണ്. എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചെലവുകളും
നമ്മുടെ എക്സ്പെൻസ് ബന്ധപ്പെട്ടുള്ള എല്ലാം നമ്മുടെ ക്യാഷ് പേ ഔട്ടുകളൊക്കെ എന്താണ് എക്സ്പെൻസുകളാണ്. അതിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന എക്സ്പെൻസുകൾ. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ബിസിനസിന്റെ സെയിൽ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ, അതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. അതായത് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ സാധനം വാങ്ങിച്ചു, നമ്മൾ സാധനം വാങ്ങിക്കുന്നു, സാധനം വിൽക്കുന്നു. അപ്പൊ ആ ഒരു ട്രാൻസാക്ഷനിൽ വന്നിരിക്കുന്ന എക്സ്പെൻസുകളാണ്. അല്ലാത്ത ട്രാൻസാക്ഷൻസ് ഏതാ? അല്ലാത്ത ട്രാൻസാക്ഷൻസ് നമ്മൾ എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നു, റെന്റ് കൊടുക്കുന്നു, അതൊക്കെ നമ്മുടെ ഇതുമായി ബന്ധപ്പെടാത്തതാണ്. ഇത് എക്സ്റ്റേണൽ എക്സ്പെൻസുകളാണ്, ഔട്ട്സൈഡ് എക്സ്പെൻസുകൾ. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് വിൽക്കുക എന്നുള്ള ഒരു പർപ്പസിൽ ആ ഒരു പ്രോസസ്സിൽ വരുന്ന എക്സ്പെൻസുകളാണ് എന്ത് വരുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിച്ചു, അത് വേജ്, ഡയറക്റ്റ് വേജ്, ആ ഒരു പ്രക്രിയയിൽ ആ ഒരു പ്രോസസ്സിൽ വരുന്ന ഡെയിലി വേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയി വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് സാലറി, റെന്റ്, അങ്ങനെയുള്ള ബിസിനസിന്റെ എക്സ്പെൻസുകളാണ്. ജനറൽ ആയിട്ട് വരുന്ന ബിസിനസ് എക്സ്പെൻസുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മള് P&L-ന്റെ നമ്മൾ മിനി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫോർമുല ഞാൻ പറയും ഇതിൽ. എന്താണ്, എങ്ങനെയാണ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് എന്താണ് നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ലോസ് എങ്ങനെയാണ്, അതായത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം വരവ് എത്രയാ, അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ്, നമുക്ക് ചെലവായിട്ടുള്ള എമൗണ്ട് കുറയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആ തുകയാണ് എന്ത് പറയുന്നത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. അതായത് ഇൻകം കുറവാണെങ്കിൽ എന്താണ്, നമ്മൾ ചെലവ് കൂടി, ഇൻകം കുറഞ്ഞു ചെലവ് കൂടുതലാണെങ്കിൽ എന്താണ്, അവിടെ നഷ്ടം വന്നു, അവിടെ ലോസ് ആയി. നേരെ മറിച്ച് ഇൻകം കൂടി നിൽക്കുകയാണ്, ചെലവ് കുറവാണ്, അപ്പൊ എന്താണ്, നമുക്ക് ഫിഗർ കുറച്ച് നമുക്ക് ഇത്തിരി നീക്കിയിരിപ്പുണ്ടാവും. കുറച്ച് വരവുണ്ട്, അത് ആ വരവിനെ അനുസരിച്ച് കുറച്ച് ചെലവ് ചെയ്തിട്ടുള്ളൂ, അപ്പൊ എന്തോ ബാക്കി ഇത്തിരി നീക്കിയിരിപ്പുണ്ടാവും, അത് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയും. എങ്ങനെയാണ് ഇനി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. മിനി പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് പറയാം. ലിസ്റ്റ് ഓൾ ഇൻകം, ഇൻക്ലൂഡ് ഓൾ സോഴ്സ് ഓഫ് റവന്യൂ, പ്രൊഡക്റ്റ് സെയിൽ, സർവീസ് നെയിം. എക്സാമ്പിൾ 1 lakh സെയിൽസ് ഇൻകം ഫോർ ദി മന്ത്. 1 ലക്ഷമാണെന്ന് വിചാരിക്കുക, 1 lakh എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് ഓൾ എക്സ്പെൻസിലേക്ക് വരാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകം ആണ്. ഇൻകം നമ്മൾ സെയിൽ, നമ്മുടെ ബിസിനസ്സിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വിറ്റ് കിട്ടിയ പൈസ 1 lakh. ഇനി എക്സ്പെൻസ് എന്താണ്, എക്സ്പെൻസിൽ വരുന്ന കാറ്റഗറീസ് എക്സ്പെൻസ് ഇൻടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതിന് ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ 40,000, നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, പർച്ചേസ് ചെയ്തു, അപ്പൊ അതിന് വരുന്നത് 40,000 രൂപയാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് റെന്റ്, സാലറി, യൂട്ടിലിറ്റീസ്, അങ്ങനെ വരുന്ന 20,000 എന്ന് വിചാരിക്കാം. അപ്പൊ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരാം, 40, 20, 60,000. അപ്പൊ 1 ലക്ഷം നമുക്ക് സെയിൽസിൽ നിന്ന് നമുക്ക് വരവ് കിട്ടി. ഈ 1 ലക്ഷത്തിൽ നിന്ന് ഈ 40,000 മൈനസ് ചെയ്തു, ഈ 20,000 എക്സ്പെൻസ് മൈനസ് ചെയ്തു, ബാലൻസ് എത്രയാ, 40,000. ഇതാണ് നെറ്റ് പ്രോഫിറ്റ്. ഇത് 1ാം ക്ലാസ്സുകാർക്ക് അല്ലെങ്കിൽ LP ക്ലാസ്സുകാർക്ക് എടുക്കുന്ന ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കും. എന്നിരുന്നാൽ പോലും ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ബിസിനസ് അക്കൗണ്ട്സ് പരിചയമില്ലാത്തവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്യുന്ന എമൗണ്ട്, അത് 1 lakh എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം, 40,000, 20,000 എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻസ്. അപ്പൊ അത് മൈനസ് ചെയ്ത് ബാലൻസ് എമൗണ്ട് നമ്മൾ ആ ബിസിനസിന്റെ പ്രോഫിറ്റ് എന്ന് പറയാം. ഇപ്പൊ ഈ ഒരു ഫോർമാറ്റ് ആണ് നമ്മളിത് കീപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ അക്കൗണ്ട്സ് അറിയാത്തവരെ ഇങ്ങനെ ഒരു ഫോർമാറ്റ് നമ്മൾ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഇൻകം, സെയിൽസ് റവന്യൂ 1 lakh ടോട്ടൽ ഇൻകം. എക്സ്പെൻസിൽ ഏതൊക്കെയാണ് വരുന്നത്, റോ മെറ്റീരിയൽസ്, റെന്റ്, സാലറി, യൂട്ടിലിറ്റി. എന്നിട്ട് അതിന്റെ ടോട്ടൽ ചെയ്യുക 60,000. എന്നിട്ട് എന്ത് ചെയ്യണം, 1 ലക്ഷത്തിൽ നിന്ന് ഈ പറയുന്ന എക്സ്പെൻസിന്റെ ടോട്ടൽ 60,000 മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് 40,000. നെക്സ്റ്റ്, ബെനിഫിറ്റ് ഓഫ് എ മിനി P&L സ്റ്റേറ്റ്മെന്റ്. ഇതിന് ബെനിഫിറ്റ് എന്താന്നുള്ളത്, ക്വിക്ക് അനലൈസ്. നമുക്ക് പെട്ടെന്ന് ഒരു അനലൈസ് കിട്ടും. എന്തിന്റെ ഒരു
ഒരു പ്രോഫിറ്റബിലിറ്റിയുടെ നമ്മൾ ലാഭമാണോ നഷ്ടമാണോ ബിസിനസ്, അതിന്റെ ഒരു പെട്ടെന്ന് ഒരു വ്യൂ കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും. എന്ത് ഇങ്ങനെ ഒരു P&L സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഈസ് ഓഫ് പ്രിപ്പറേഷൻ, സിമ്പിൾ ടു പ്രിപ്പയർ ഫോർ സ്മോൾ ബിസിനസ് ഓർ സോൾ പ്രൊപ്പറേറ്റേഴ്സ്. ഇത് ഇങ്ങനൊരു മെത്തേഡ് നമുക്ക് ചെറിയ ബിസിനസ്സുകളോ അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്റേഴ്സ്, അതായത് ഒരു വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഓണർ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ബിസിനസ്സിൽ, വേറെ സ്റ്റാഫുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് കീപ്പ് ചെയ്ത് പോകാവുന്ന ഒരു സിസ്റ്റമാണിത്. അത് ഈസി പ്രിപ്പറേഷൻ ആണ് ഇത്. ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്, പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ. കമ്പനി സർവീസ് ബേസിക് റെക്കോർഡ് ഫോർ ടാക്സ് ഫയലിംഗ് ആൻഡ് ഫിനാൻഷ്യൽ റിവ്യൂസ്. യൂസ് കേസ് ഫോർ സ്മോൾ ബിസിനസ്, ഇവാലുവേറ്റിംഗ് മന്ത്ലി ഓർ ക്വാർട്ടർലി പെർഫോമൻസ്, monitoring specific projects or products, discussing profitability with stake holders. നെക്സ്റ്റ് ആണ് 4ാമത്തെ പോയിന്റ് ആണ്. ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻസ് പഠിച്ചു, രണ്ടാമത് നമ്മൾ ഗ്രൂപ്പുകളായിട്ട് തിരിക്കാനായിട്ട് പഠിച്ചു ഇല്ലേ, ലെഡ്ജർ, അതിന് ലെഡ്ജറുകളാന്ന് പറയാം. അപ്പൊ നമ്മൾ തിരിച്ചെഴുതണം. ഇപ്പൊ ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതുക, രണ്ടാമത് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക, മൂന്നാമത് നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തി, P&L എത്തി. P&L എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതിന്റെ ബിസിനസ് പ്രോഫിറ്റ് ആണോ, നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് കണ്ടെത്തി. നെക്സ്റ്റ് ആണ് ബാലൻസ് ഷീറ്റ്. എന്താണ് ബാലൻസ് ഷീറ്റ്, മിനി ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എല്ലാ ആസ്തികളും ബാധ്യതകളും ഒക്കെ മാസാവസാനത്തിൽ അക്കൗണ്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ ബിസിനസ്സില് നമ്മുടെ അസറ്റുകൾ എന്താണ്, അസറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്ന്, അതുപോലെ ലൈബിലിറ്റി, നമുക്ക് ആർക്കൊക്കെയാണ് ബാധ്യത, ബിസിനസ് ആർക്കൊക്കെ ബാധ്യത, ഈ രണ്ടിന്റെയും ഒരു വ്യൂ ആണ് എന്ത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നമുക്കത് അതാണ് നമ്മുടെ ഈ രണ്ടും പോയിന്റുകളും, ഈ അസറ്റും ലൈബിലിറ്റിയും നമ്മൾ ഒരു ബിസിനസിന്റെ ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് എങ്ങനെ, ഈ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണം, ഇത് ബിസിനസ്സിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഇത് സാമ്പത്തിക നിലവാരം, സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ മിനി ബാലൻസ് ഷീറ്റ് കൊണ്ട് സാധിക്കുന്നു. പെട്ടെന്ന് പറയാം, ബാലൻസ് ഷീറ്റ് സിംപ്ലിഫൈ വെർഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് എ ക്വിക്ക് ഓവർവ്യൂ ഓഫ് ബിസിനസ് ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മുടെ ബിസിനസിന്റെ സാമ്പത്തികമായിട്ടുള്ള പൊസിഷൻ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെ, ഈ ബാലൻസ് ഷീറ്റിലൂടെ. അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം ഇറ്റ് സമ്മറൈസ് വാട്ട് ദി ബിസിനസ് ഓൺ, വാട്ട് ഈസ് ഓവേഴ്സ് ആൻഡ് ദി ഓണേഴ്സ് ഇക്വിറ്റി. ഈ മൂന്നും ആണ് എന്ത് വരാം, ഈ ബാലൻസ് ഷീറ്റിൽ വരാം. പർപ്പസ് ഓഫ് എ മിനി ബാലൻസ് ഷീറ്റ്. ഈ മിനി ബാലൻസ് ഷീറ്റ് നമ്മൾ പർപ്പസ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത്, ടു ഷോ ദി ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദി ബിസിനസിന്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് കാണിക്കുന്നു. ടു അസസ് ദി ബാലൻസ് ബിറ്റ്വീൻ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി. ബിസിനസ്സിലെ അസറ്റുകൾ എന്തൊക്കെയാണ്, ലൈബിലിറ്റീസ് എന്തൊക്കെയാണ്. അസറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ടു ഹെൽപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദി ബിസിനസ് ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്. നെക്സ്റ്റ് കീ കമ്പോണൻസ്. എ മിനി ബാലൻസ് ഷീറ്റ് കൺസിസ്റ്റ് 3 മെയിൻ പാർട്സ് ആണുള്ളത്. ഒന്ന് അസറ്റ്, ലൈബിലിറ്റി, 2 ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ് ഓണേഴ്സ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എത്ര, അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അസറ്റ് എന്ന് പറയുന്നത് കറന്റ് അസറ്റ് ഉണ്ട്, നോൺ കറന്റ് അസറ്റ്സ് ഉണ്ട്. ലൈബിലിറ്റി കറന്റ് ലൈബിലിറ്റി, നോൺ കറന്റ് ലൈബിലിറ്റി. ഞാൻ ഈ ഭാഗം ഒന്ന് സ്പീഡിൽ എടുക്കാനുണ്ടോ. നമുക്ക് ലാസ്റ്റ് ഒരു പോയിന്റ്, 5ാമത്തെ 5th പോയിന്റ് ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കണം. ഫോർമുല ഫോർ ബാലൻസ് ഷീറ്റ് അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. ദിസ് എൻഷുർസ് ദി ബാലൻസ് ഷീറ്റ് ഓൾവേസ് ബാലൻസസ്. സമയം ഏകദേശം 10 ആയി, അതിനു മുമ്പ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഹൗ ടു പ്രിപ്പയർ മിനി ബാലൻസ് ഷീറ്റ്. എന്താ, ലിസ്റ്റ് ഓഫ് ഓൾ അസറ്റ്സ്, ആഡ് ദി വാല്യൂസ് ഓഫ് കറന്റ് ആൻഡ് നോൺ കറന്റ് അസറ്റ്സ്. List of all liabilities include short-term and long-term liabilities. Calculate owner's equity. Subtract total liability from total asset. ഇതാണ് നമ്മുടെ മിനി ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ്. അസറ്റുകളൊക്കെ എന്താണ്, അസറ്റ് ക്യാഷ് എത്രയുണ്ട്, അക്കൗണ്ട്സ് റിസീവ് നമുക്ക് കിട്ടാനുള്ള എമൗണ്ടുകൾ നോട്ട് ചെയ്യണം. നമ്മുടെ ബിസിനസ്സിൽ സ്റ്റോക്ക് എത്രയാണ്, മെഷീനറി എത്രയുണ്ട്, അത് ഒന്ന് നോട്ട് ചെയ്യാം. ലൈബിലിറ്റി എന്തൊക്കെയാണുള്ളത്, നമുക്ക് കൊടുക്കാനുള്ള എത്ര എമൗണ്ട് നമ്മൾ കൊടുക്കാനുണ്ട്. ഷോർട്ട് ആൻഡ് ലോൺ, നമ്മൾ വ്യക്തികളിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം.
ലോങ് ടൈം ബാങ്കുകളിൽ നമ്മൾ കടമെടുത്തില്ലെങ്കിൽ നോട്ട് ചെയ്യാം. അതാണ് നമ്മുടെ ടോട്ടൽ ലയബിലിറ്റി വരുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണേഴ്സ് ക്യാപിറ്റൽ, റിട്ടേൺ ഏർണിങ്സ്, ഇതൊക്കെ ടോട്ടൽ ഇക്വിറ്റി ആയിട്ട് വരുന്നത്. ഇതൊന്ന് നമുക്കിത് ഇങ്ങനൊരു പിക്ചറിലേക്ക് നമുക്ക് എത്താം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഓൾറെഡി ട്രാൻസാക്ഷൻസ് എഴുതി, ലെഡ്ജറുകൾ എഴുതി, PNL കണ്ടുപിടിച്ചു. ഇനി അതിൽ നിന്ന് നമ്മൾ നോക്കി നമ്മുടെ ഇതും കൂടി നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ബിസിനസിന്റെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ബെനിഫിറ്റ്സ് ഓഫ് എ മിനി ബാലൻസ് ഷീറ്റ്, സിമ്പിൾ ഓവർവ്യൂ, ഫിനാൻഷ്യൽ സ്നാപ്ഷോട്ട്, ലോൺ അപ്ലിക്കേഷൻ, ബിസിനസ് ഡിസിഷൻസ്, ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ഇത്രയ്ക്കും ബെനിഫിറ്റുകൾ ഈ ഉണ്ട് ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ആണ് 5ാമത്തെ പോയിന്റ് ആണ് റെക്കോർഡ് കീപ്പിംഗ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബിസിനസ്സിൽ. ഈ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓടിച്ച് വന്നത്. നമ്മള് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇല്ലാത്തത് കൊണ്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ബിസിനസ് ഓണേഴ്സ്. അപ്പോൾ അതിനെ കുറിച്ച് ഒരു ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തൊക്കെയാണ് നമ്മൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പലരും ബിസിനസ് ചെറുതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് അതിങ്ങനെ ഗ്രോത്ത് ആയിട്ട് നമ്മൾ പോകണം. അങ്ങനെ പോകാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ബേസ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് തടസ്സവും. അതൊന്ന് ശ്രദ്ധിക്കാം. ബില്ലുകളും വൗച്ചറുകൾ, ഇൻവോയ്സ്, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ ബില്ലുകൾ ഇപ്പോ പർച്ചേസ് ബില്ല് കിട്ടി, നമ്മൾ സാധനങ്ങൾ വന്നു, ബില്ലുകൾ വന്നു, ആ മേശപ്പുറത്തിരിക്കുന്നുണ്ട്, അത് അവിടെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് നിലത്ത് വീഴും, അതെവിടെയോ പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ബില്ലുകൾ, വൗച്ചർ, ഇൻവോയ്സ് ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഓരോ ഫയലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. സെയിൽസ് ബില്ലുകൾ അല്ലാതും, സപ്പോർട്ടിംഗ് ആണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. സെയിൽസ് ബില്ലുകൾ അല്ലാതും ഒരു രജിസ്റ്റർ ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കുക, അത് ഫയലായിട്ട് കീപ്പ് ചെയ്യാം. പർച്ചേസ് ബില്ലുകൾ അത് വേറൊരു ഫയലിൽ ആയിട്ട് കീപ്പ് ചെയ്യാം. പേയ്മെന്റുകൾ ഉണ്ടെങ്കിൽ പേയ്മെന്റുകൾ മാത്രമായിട്ട്, അത് വേണമെങ്കിൽ എന്തുണ്ടാവും, ഈ ഹെഡ് തിരിക്കുന്ന പോലെ നമ്മൾ ലെഡ്ജറുകൾ ഉണ്ടാക്കിയല്ലോ, ഈ ലെഡ്ജറിന്റെ ഹെഡ് വെച്ച് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഹെഡിനും നമ്മൾ സെപ്പറേറ്റ് ഫയലുകൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലതാണ്. ഇനി ആ ഫയലിന് പേര് എഴുതി വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ആ ഫയല് ഇപ്പൊ സെയിൽസ് ഫയലാണെങ്കിൽ സെയിൽസ് എഴുതാം, ഫയലിന് സെയിൽസ് എന്ന് എഴുതാം. പർച്ചേസ് ഫയലാണെങ്കിൽ പർച്ചേസ് തന്നെ അതിന്റെ ഹെഡ് ആ പേപ്പറിൽ ഒട്ടിച്ച് വെക്കുക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഭംഗിയായിട്ട് കീപ്പ് ചെയ്ത് പോകണം എന്നാണ് പറയാ. ഇനി അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഓഡിറ്റിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഡോക്യുമെന്റ്സ് പഞ്ചിങ്. നമ്മൾ ഈ പഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോ ബില്ലുകൾ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ വൗച്ചറുകൾ നമുക്ക് കിട്ടി, ഇതൊക്കെ പഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഫോൾഡ് ചെയ്യാം കറക്റ്റ് ആയിട്ട്. എന്നിട്ട് അത് ആ സെന്റർ ഭാഗം പഞ്ചിങ്ങിലേക്ക് വന്നിട്ട് ആ സെന്റർ നോക്കി നമ്മൾ പഞ്ച് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് പല ബില്ലുകളും നമ്മൾ പല ടൈപ്പ് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മേലേക്ക് പൊങ്ങിയേക്കും, അല്ലെങ്കിൽ ഒന്ന് താഴേക്ക് കയറിയേക്കും. അപ്പൊ ആ ഫയല് കാണാൻ തന്നെ ഒരു ഭംഗിയില്ല, അത് നോക്കാൻ തന്നെ തോന്നില്ല. അപ്പൊ അങ്ങനെ ആവരുത്. നമ്മൾ ഫയല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പഞ്ചിങ് കറക്റ്റ്, എല്ലാ ഫയലും എല്ലാ ബില്ലുകളും നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലിൽ വെച്ച് തന്നെ പഞ്ച് ചെയ്യാൻ നോക്കാം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ള, നമ്മൾ വൗച്ചറുകൾ എഴുതുന്നുണ്ടെങ്കിൽ വൗച്ചറുകൾ എഴുതി നമ്മൾ സപ്പോർട്ടിങ് ബില്ലുകൾ ഉണ്ടെങ്കിൽ അത് വൗച്ചർ നമ്മൾ ഫ്രണ്ടിൽ വെക്കാം, ബാക്കിൽ നമ്മൾ അതിന്റെ സപ്പോർട്ടിങ് വെച്ച് സ്റ്റാപ്ലർ ചെയ്യാം. ഫ്രണ്ടിൽ നമ്മൾ വൗച്ചറാണ് വെക്കുക, അതിന്റെ വൗച്ചർ അത് എക്സ്പെൻസ് വൗച്ചർ ആണെങ്കിൽ, നമ്മൾ പേയ്മെന്റ് നടത്തുന്ന വൗച്ചർ ആണെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ വൗച്ചർ വെക്കുക, എക്സ്പെൻസ് വൗച്ചർ വെക്കുക. അതിന്റെ സപ്പോർട്ടിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടി നമ്മൾ ട്രാവലിംഗ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഒരു അക്കോമഡേഷൻ എടുത്തു, ഹോട്ടലിൽ നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ താമസം, അപ്പൊ അതിന്റെ ഒരു ബില്ല് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വൗച്ചർ എഴുതിക്കും അവനോട് ഇത്ര പൈസ എടുത്തു എന്ന് പറയുമ്പോൾ. അപ്പൊ വൗച്ചർ എഴുതിയ ഒരു വൗച്ചർ ഉണ്ട്, ഒരു വൗച്ചർ, അതിന്റെ കൂടെ അതിന്റെ അടിയിൽ അതിന്റെ ബില്ല് ഉണ്ടെങ്കിൽ ബില്ല് സ്റ്റാപ്ലർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാം ഒരുമിച്ച് കറക്റ്റ് ആക്കി സ്റ്റാപ്ലർ ചെയ്യാം. ഒരു ബില്ല് കയറി നിൽക്കുക, വൗച്ചർ താഴെ നിൽക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞ് നിൽക്കുക, അങ്ങനെ വെക്കരുത്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആർട്ടാണ്, കലയാണ്.
ആ ഒരു ബോധത്തോടെ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യണം. നമ്മുടെ അക്കൗണ്ടന്റ് ആകുമ്പോൾ അക്കൗണ്ടിങ് ആകുമ്പോൾ ബിസിനസ് ഇപ്പൊ അക്കൗണ്ടന്മാരുണ്ട്, അക്കൗണ്ടിങ് ചെയ്യുന്നവരുണ്ട്, ബിസിനസ് അക്കൗണ്ടിങ് അറിയാത്തവരുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഫയലിംഗ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വക കാര്യങ്ങൾ. നമ്മൾ ഇത് സിമ്പിൾ ആണ്, നമ്മൾ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഭംഗിയില്ലായ്മ കൊണ്ട് മറ്റുള്ളവർക്ക് പല ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഡേറ്റ് വേഴ്സ് ഓർഡറിൽ ക്രമീകരിക്കും. ഇപ്പൊ ഓരോ ഫയൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഫയൽ സെയിൽസ് ബില്ലുകളുണ്ട്, പർച്ചേസ് ബില്ലുകളുണ്ട്, വൗച്ചറുകളുണ്ട്. ഇത് ഓർഡർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഡേറ്റ് വൈസിലാണ് വെക്കുക. ഡേറ്റ് വൈസിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബില്ലുകൾ ഉണ്ടെങ്കിൽ, സെയിൽസ് ബില്ല് ഉണ്ടെങ്കിൽ ഓർഡർ വരുന്നത് എങ്ങനെയാ, ഡേറ്റ് വൈസിൽ ക്രമീകരിക്കാം. ഫയൽ കംപ്ലീറ്റ് ആയാല് സമ്മർ ഷീറ്റ് വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഒരു ഈ സമ്മർ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ബില്ല് സെയിൽ ആണെങ്കിൽ, പർച്ചേസ് ഫയലാണെങ്കിൽ പേപ്പർ ഫയലിലെ ബില്ലുകളൊക്കെ നമ്മൾ പഞ്ച് ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്തു. ഇനി അത് ആ ഫയൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമ്മറി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇന്ന ഇൻവോയ്സ് മുതൽ ഇന്ന ഇൻവോയ്സ് വരെയുള്ള അപ്പൊ ഇൻവോയ്സ് നമ്പർ ഇത് മുതൽ ടു ഇൻവോയ്സ് നമ്പർ, അപ്പൊ അത് അങ്ങനെ ഒട്ടിച്ച് വെക്കാം. മനസ്സിലായോ? അതുപോലെ തന്നെ എക്സ്പെൻസുകൾ വരുമ്പോൾ ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെയുള്ള എക്സ്പെൻസുകളാണ്. ഇപ്പൊ റെന്റ് ആണെങ്കിൽ ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെയുള്ളത്, സാലറി ആണെങ്കിൽ ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെയുള്ള ഫയലാണെന്ന് അറിയാൻ വേണ്ടി അന്ന് എഴുതി വെക്കുക. സമയം ഇപ്പൊ 1 മണിക്കൂറായി. നമുക്കിത് ക്ലോസ് ചെയ്യാം, നിർത്താമോ? ഹലോ, തിരക്കാണെങ്കിൽ നിർത്താം. ഇനി എത്ര ഉണ്ട്? ഇല്ല, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് ഇത്രയും പോയിന്റ് എനിക്ക് പറയാനുള്ളൂ. 5ാമത്തെ പോയിന്റിൽ പറയാനായിട്ടുള്ള മെയിൻ കാര്യം ഇത് തന്നെയാണ്. നമുക്ക് വേണ്ടതായിട്ടുള്ള മെയിൻ കാര്യമാണ്. ഇനി അതായത് കോമൺ അക്കൗണ്ടിങ് മിസ്റ്റേക്സുകൾ ഒന്ന് പറയാം. അതും കൂടി പറഞ്ഞു കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് നോട്ട് കീപ്പിംഗ് റിസിപ്റ്റ് ഓർ പ്രൂഫ് ഓഫ് എക്സ്പെൻസ്. നമ്മളത് റിസിപ്റ്റുകൾ വിട്ടുപോവുക എഴുതാനായിട്ട്, അതിന്റെ എക്സ്പെൻസിന്റെ പ്രൂഫ് വെക്കാതിരിക്കുക, അതൊക്കെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന മിസ്റ്റേക്കുകളാണ്. അതുപോലെ തന്നെ മിക്സിംഗ് പേഴ്സണൽ ആൻഡ് ബിസിനസ് ഫിനാൻസസ്. ഇപ്പോ ഞാനിപ്പോ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് ചെയ്യാനായിട്ട് ഓഡിറ്റിങ്ങിനും കൂടി പോയപ്പോ അവിടെ വന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബിസിനസ് പേഴ്സണ് ഇനി RBI ഒരു ബാങ്ക് അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി എടുക്കാനുണ്ട് അവന്റെ അക്കൗണ്ട്. അത്രമാത്രം അക്കൗണ്ടുകളാണ് ബാങ്ക് അക്കൗണ്ടുകൾ. ഈ ബാങ്ക് അക്കൗണ്ടിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്, ബിസിനസ് പരമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. രണ്ടും മിക്സിംഗ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ കുറെ അങ്ങനെയുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു വെക്കാൻ. അതുപോലെ തന്നെ ബിസിനസിന്റെ ക്യാഷ് ഉപയോഗിച്ച് അവന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക്, അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സൂപ്പർ മാർക്കറ്റില് പോയി എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ചോദിക്കുമ്പോൾ പറയുന്നത് അത് പേഴ്സണൽ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും പാടില്ല. നമ്മൾ ഒന്നോ അതിലധികം രണ്ട് ബാങ്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഇപ്പൊ സ്മോൾ ബിസിനസിന്റെ കേസാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അതായത് ഇത്രയും കൂടിയും ഹൈ ലെവലുള്ള ബിസിനസ് ആണെങ്കിൽ അതിന് കറണ്ട് അക്കൗണ്ട് ഉണ്ടാവും, അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്, അതൊക്കെ. നമ്മളിപ്പോ സ്മോൾ ബിസിനസിന്റെ കേസാണെങ്കിൽ അവര് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ പേരിലുള്ള അക്കൗണ്ടുകളായിരിക്കും. അപ്പോ അതിലേതെങ്കിലും 1-2 അക്കൗണ്ട് മാത്രം ബിസിനസിന്റെ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. അതിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ക്യാഷ്, അതറിയാലോ, ക്യാഷ് ഡീൽ ചെയ്യുന്നത്, ക്യാഷ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന, അത് ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാഷ് എടുത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ഒരു ഏകദേശം ഒരു റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ള എമൗണ്ട് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അത് അവന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം, ഓണർ എടുത്തു, പൈസ എടുത്തു, എന്നിട്ട് അത് ആ ഫണ്ട് ഉപയോഗിച്ച് അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പേഴ്സണല്. അല്ലാതെ ഓരോന്നിനും നമ്മൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടി, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ക്യാഷ് എടുക്കാതിരിക്കാം. അത് ഒരുമിച്ച് ഒറ്റൊരു എമൗണ്ട് എടുത്തിട്ട്
പിന്നെ അത് അതിൽ എഴുതി വെച്ചാൽ, അല്ലാതെ ഓരോന്നിനും നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് കറക്റ്റ് അല്ല. പിന്നെ ഡിലേ ബുക്ക് കീപ്പിംഗ് ടാസ്ക്, നമ്മളിപ്പോ പറയുന്ന ഈ ഇപ്പൊ പറഞ്ഞ ബുക്ക് കീപ്പിംഗ് നമ്മൾ ഡിലേ ആക്കുക, നേരം വൈകി, അതാത് ദിവസം ഉള്ള വർക്കുകൾ അതാത് ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇഗ്നോറിംഗ് കംപ്ലൈൻസ് ഡെഡ് ലൈൻ, അതായത് നമുക്ക് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഡേറ്റ്, ആ ഇലക്ട്രിസിറ്റി ഡേറ്റ് ആ ഡേറ്റിന് നമ്മൾ പേയ്മെന്റ് ചെയ്യാനായിട്ട് നോക്കാം. ടാക്സ്, GST ഫയലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാത് ദിവസങ്ങൾ അത് ഓർത്ത് വെക്കുക, ആ ദിവസത്തിൽ തന്നെ ഫയൽ ചെയ്യാൻ നോക്കുക. പേയ്മെന്റുകൾ ഉണ്ടെങ്കിൽ ആ പേയ്മെന്റ് വ്യക്തികൾക്കും സപ്ലൈസിനൊക്കെ പേയ്മെന്റുകൾ ഉണ്ടെങ്കിൽ അത് ഒരു ഡേറ്റ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യലോ, ആ ഡേറ്റ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു പോരാ. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള അക്കൗണ്ടിങ് മിസ്റ്റേക്കുകൾ വരുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇത്രയും നേരം എൻ്റെ 1 മണിക്കൂറായി, ഇത്തിരി വൈകി പെട്ടെന്ന് പോവാൻ പറഞ്ഞ് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച കുറച്ച് പോയിന്റുകൾ വിട്ടിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാം എന്നുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇത്രയും നേരവും എൻ്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സിൻഡോ, താങ്ക് യു. താങ്ക് യു സിൻഡോ. നല്ല ക്ലാസ് ആയിരുന്നു.